ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ജേഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തിയത് മറ്റൊരു സുപ്രധാന നേട്ടമാണ്. MSCയുടെ പ്രധാന ചരക്ക് ഗതാഗത പാതയായ ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിനെ ചുറ്റി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകുന്ന കപ്പൽ പാതയിലെ പ്രധാന സർവീസുകളിൽ ഒന്നാണ് ജേഡ് സർവീസ്. ഈ സർവീസിലെ ദക്ഷിണ ഏഷ്യയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ്. ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ചരക്ക് സർവീസിൽ വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെ മാത്രമാണ് MSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പട്ടികയിലേക്ക് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തി എന്നത് വലിയ നേട്ടമാണ്. ഇതോടെ ദക്ഷിണേഷ്യയിലുള്ള ചൈനയിലെ കിങ്ദാവോ, നിങ്ബോ ഷൌഷാൻ, ഷാങ്ഹായ്, യാൻഡിയൻ, ദക്ഷിണ കൊറിയയിലെ ബുസാൻ, സിംഗപ്പൂർ എന്നീ വൻകിട തുറമുഖങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തിച്ചേരുന്നത്. സിംഗപ്പൂരിൽ നിന്നും വിഴിഞ്ഞത്തെത്തുന്ന MSC കപ്പൽ അവിടെ നിന്നും സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കും തുടർന്ന് ബാഴ്സലോണ തുറമുഖം വഴി അവസാന കേന്ദ്രമായ ഇറ്റലിയിലെ ജിയോയ ടോറോ തുറമുഖത്തേക്കുമാണ് പോവുക. ജേഡ് സർവീസിൽ ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗത മുഖമായി വിഴിഞ്ഞം മാറുകയാണ്. ഇതോടെ ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വന്ന് കേന്ദ്രീകരിക്കുകയും ചെറുകപ്പലുകളായി മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറും. പദ്ധതിയിൽ 60% നിക്ഷേപം നടത്തുന്ന സംസ്ഥാന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ലാത്ത കരാറായിരുന്നു നേരത്തെ ഒപ്പിട്ടത്. 40 വർഷത്തേക്കുള്ള ആ കരാർ പ്രകാരം BOT വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ 20 വർഷം സർക്കാരിന് ലാഭവിഹിതം ഇല്ലാത്ത നിലയായിരുന്നു. 21ാമത്തെ വർഷം മാത്രം 1% ലാഭവിഹിതം ലഭിക്കും. പിന്നീട് ഓരോ വർഷവും 1% വീതം അധിക ലാഭവിഹിതം. കരാറിൽ നിന്ന് പിന്മാറിയാൽ സർക്കാരിന് വൻ നഷ്ടപരിഹാരം നൽകേണ്ട വ്യവസ്ഥയും ഉണ്ടായിരുന്നു. ഇവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് LDF സർക്കാർ സപ്ലിമെന്ററി കൺസഷൻ കരാർ ഒപ്പുവെച്ചതിന്റെ പ്രാധാന്യം. പലവിധ കാരണങ്ങളാൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ വൈകിയ സാഹചര്യത്തിൽ തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം സംസ്ഥാനത്തിന് 2039 മാത്രമേ ലഭിക്കൂ എന്നതായിരുന്നു നേരത്തെയുണ്ടായ സാഹചര്യം. അതായത് പഴയ കരാർ പ്രകാരം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം 15ാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിന്റെ വിഹിതം ലഭിച്ചു തുടങ്ങുക. ഇപ്പോൾ ഒപ്പുവെച്ച സപ്ലിമെന്ററി കരാർ പ്രകാരം 2034 മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. മാത്രമല്ല മൂല കരാർ പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ അന്തിമഘട്ടം പൂർത്തിയാക്കേണ്ടത് 2045 എന്നാൽ LDF സർക്കാർ ഒപ്പുവെച്ച സപ്ലിമെന്ററി കരാർ പ്രകാരം 2028 തന്നെ എല്ലാവിധമായ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാവും. സംസ്ഥാന സർക്കാരും അദാനി കമ്പനിയും തമ്മിലുള്ള ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കി പുതിയ കരാറിലേക്ക് എത്തിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനം നിശ്ചയിച്ച സമയക്രമത്തിനേക്കാൾ വേഗത്തിലായത്. അതായത് 2045 മാത്രം തീരേണ്ട പദ്ധതി 17 വർഷങ്ങൾക്ക് മുൻപ് 2028 തന്നെ തീരുന്ന
നില ഉണ്ടാവുന്നത്. 2028-നകം തുറമുഖ നിർമ്മാണത്തിൻ്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയിരിക്കും. ഇതിനായി 10,000 കോടി രൂപയുടെ ചിലവാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ തുക പൂർണ്ണമായും അദാനി പോർട്സ് ആയിരിക്കും വഹിക്കുക. വിഴിഞ്ഞം ഒരു യഥാർത്ഥ മൾട്ടി മോഡൽ ഹബ്ബാണ്. ദേശീയപാത 66 ചുരുങ്ങിയ സമയത്തിൽ പ്രവേശനം സാധ്യമാക്കുന്ന റോഡ് കണക്ടിവിറ്റി, ഭാവിയിലെ വർദ്ധിച്ച ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലീഫ് ഇന്റർചേഞ്ച് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന റെയിൽപാത രാജ്യത്തിൻ്റെ റെയിൽ ശൃംഖലയുമായി തുറമുഖത്തെ നേരിട്ട് ബന്ധിപ്പിക്കും. തുറമുഖത്തു നിന്നും കേവലം 15 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തുറമുഖത്തിൻ്റെ സംയോജിത കണക്ടിവിറ്റി പൂർണ്ണമാക്കുന്നു.